ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നേ ഒരു പാനിപ്പൂരി ഉണ്ടാക്കിയ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഇനിയിപ്പോൾ അതിനെന്തൊക്കെ വേണ്ടുന്നല്ലേ, നമ്മൾ വെള്ളക്കടല ഉപ്പിട്ട് വേവിച്ച് ഒന്ന് ഉടച്ചെടുത്തിട്ട് വെക്കുക. പിന്നെ നമ്മൾ കിഴങ്ങ് ഉപ്പിട്ട് പുഴുങ്ങിയതും ഉടച്ച് വെക്കുക. അതും കൂടെ അതിൽ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതും കൂടെ നമ്മളതിൽ ചേർത്ത് കൊടുത്തു. ഇനിയിപ്പോൾ വലിയുള്ളി ചെറുതായി കട്ട് ചെയ്ത് വെച്ച വലിയുള്ളിയാണ്, അതും അതിൽ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ അടുത്തത് മല്ലിയില ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുത്തു. പിന്നെ ചെറിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുത്തു. പിന്നെ ചാട്ട് മസാലയാണ്, ഇതാണ് ചാട്ട് മസാല കേട്ടോ, അതും കൂടെ ചേർത്ത് കൊടുത്തു. കുരുമുളക് പൊടി, കാശ്മീരി മുളക് പൊടി, ഉപ്പ് അതൊക്കെ ചേർത്ത് ഇത്തിരി കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അവിടെ റെഡിയാക്കി വെച്ചു കേട്ടോ. ജലദോഷം പിടിച്ചതുകൊണ്ട് എൻ്റെ സൗണ്ട് അത്രയ്ക്ക് ക്ലിയർ അല്ല കേട്ടോ, സംസാരത്തിൽ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ തോന്നും. ഇനിയിപ്പോൾ അതിൽ മറ്റു വെള്ളം ഉണ്ടാക്കൂലേ, പുളിയും മധുരവും എല്ലാം കൂടിയൊരു വെള്ളം. അപ്പോൾ അതിക്ക് വേണ്ടത് മല്ലിയില, ഇത്തിരി പുതിനയില, പിന്നെ മധുരത്തിന് പകരം ഇത്തിരി ഈത്തപ്പഴമാണ് ചേർക്കുന്നത്. പിന്നെ ഒരു ഇത്തിരി പുളിയും കൂടെ ഇട്ട് കൊടുക്കുക. ശേഷം കുറച്ച് ഉപ്പിട്ടു. പിന്നെ കാശ്മീരി മുളക് പൊടി, ചെറിയ ജീരകം പൊടിച്ചത്, കുരുമുളക് പൊടി, ഇത്തിരി കായപ്പൊടി, പിന്നെ ചാട്ട് മസാല. മറ്റേ മസാലയ്ക്കിട്ട പൊടികൾ മാത്രം എല്ലാതും ഇതിക്കും കുറേശ്ശെ ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കി അരച്ചെടുത്തു. ഇനിയിപ്പോൾ അതിൽ ഇത്തിരി തിളപ്പിച്ചാറിയ വെള്ളം കൂടെ ചേർത്തിട്ട് നമ്മളൊന്ന് ലൂസാക്കിയിട്ട് എടുക്കുക. ഈ ഒരു ലൂസിലാണ് കേട്ടോ വെള്ളം പാകാക്കി എടുക്കേണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ ഈ പൂരി വേണ്ടത്, അപ്പോൾ പൂരി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ, എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ പൂരിയൊക്കെ പൊരിച്ചെടുത്തു. ഇനിയിപ്പോൾ അതിൻ്റെ നടുക് ഭാഗം നമ്മൾ അമർത്തി കൊടുത്തിട്ട് അതിൽ മസാല ആക്കിയിട്ട് പിന്നെ ഈ വെള്ളം കൂടെ അതിൽ ഒഴിച്ചിട്ടാണ് അത് കഴിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല. കടയിൽ നിന്ന് വാങ്ങണ പൂരിൻ്റെ ടേസ്റ്റ് വേറെ, നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതൊരു വേറെ ടേസ്റ്റാണല്ലോ. പിന്നെ ധൈര്യത്തിൽ കഴിക്കുക നമ്മളുണ്ടാക്കുമ്പോൾ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്തേക്ക്. ഈ പൂരി ഉണ്ടാക്കൽ എനിക്കറിയില്ല കേട്ടോ, അത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച പൂരിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.